എന്താടാ വേണ്ടേ? വിടണോ? നേരത്തെ ചേച്ചി എന്തോ കാണിച്ചിരാന്ന് പറഞ്ഞിരുന്നില്ലേ? അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ വിളിച്ചു അല്ലേ? എന്നാന്ന് അറിയണമല്ലോ. മര്യാദക്ക് നിങ്ങൾ പൊയ്ക്കോ. പോയില്ലെങ്കിലോ ചേച്ചി എന്ത് ചെയ്യും? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വാങ്ങിട്ട് പോന്ന് വാശി പിടിക്കുന്നു. നിന്റെ ആളെ ഇവള്. പെറ്റ തള്ളയ്ക്കും കെട്ടിയ പെണ്ണിന് ഒരു പ്രശ്നം വന്നാ അവർക്ക് വേണ്ടി മരിക്കൂടാ ഞാൻ. ചേട്ടാ അറിയാതെ പറ്റിയതാട്ടോ. വിട്ടേ കേട്ടോ. വേഗം പൊയ്ക്കോ ഇവിടുന്ന്. നമുക്ക് പോകാം സത്യ. മൂട് പോയി. സുധി വിചാരിച്ച പോലെ അല്ലല്ലോ. അമ്മമാരെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കുമെന്നാ ഞാൻ വിചാരിച്ച. പക്ഷെ സുധി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നീ എന്റെ ഭാര്യ, നിന്നെ സംരക്ഷിക്കേണ്ടത് ഞാനാ. ശരി വാ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഇതൊരു ശീലമാണോ? എന്ത്? അല്ല, ഈ സ്ഫടിക സിനിമയിലെ ഒരടി കഴിഞ്ഞാൽ ലാലേട്ടൻ മുട്ടനാടിന്റെ ചോര കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരടി കഴിഞ്ഞാ വിക്രമൻ ഐസ്ക്രീം കഴിക്കുന്നത്. നിന്നെ ഞാൻ
ഐസ്ക്രീം അത്രയ്ക്ക് ഇഷ്ടാണോ? പിന്നെ ചെറുപ്പം മുതലേ ഇതെന്റെ ഹരവാ. ഞാൻ ആദ്യമായിട്ടാ ഇക്രൂം കുരുവിയൊന്നുമില്ലാതെ ബീച്ചിൽ വരുന്നത്. ഓ, അത് നന്നായി. പെട്ടെന്ന് കഴിച്ച് വേഗം വീട്ടിൽ പോവാം നമുക്ക്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്താ ചേച്ചി? എന്റെ കാറ് തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് തുറന്നു തരാമോ? എന്തു പറ്റി? അറിയില്ല. എവിടെയാ കാറ്? ഇതാ അവിടെയാ. ചേട്ടാ, ഇവര് തുറന്നു തരാന്ന് പറഞ്ഞു. വലിയ ഉപകാരം. ഏതാ കാറ്? ഇതാണ്. കീ തരും. കീ ഇല്ല. കീ ഇല്ലേ? കീ ഈ മനുഷ്യൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. ഇതിന് ഓർമ്മക്കുറവുണ്ടേ. എവിടെ കൊണ്ടുവച്ചു ഒരു നിശ്ചയവും ഇല്ല. കീ ഇല്ലാതെ എങ്ങനെ തുറക്കാനാ? ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ വിളിച്ച ആളെ വിടാൻ പറയാം. അയ്യോ, അതിനൊക്കെ ഒരുപാട് സമയമെടുക്കില്ലേ? മക്കള് രണ്ടും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയെന്നും പറഞ്ഞ് വിളിച്ചു. വീടടച്ചിട്ടത് കാരണം അവര് പുറത്ത് നിൽക്കുക. രണ്ടും പെൺകുട്ടികളാണേ. ഇനിയും വൈകിയാൽ ഇപ്പോഴത്തെ കാലമല്ലേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതുകൊണ്ടാ പുറത്തിറങ്ങിയത്. ഇപ്പൊ തന്നെ 10-15 മിനിറ്റ് ലേറ്റായി. സത്യ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് തുറക്കാൻ 2 മിനിറ്റ് തന്നെ ധാരാളം. എങ്ങനെ 2 മിനിറ്റ് കൊണ്ട് താക്കോലില്ലാതെ വണ്ടി എങ്ങനെ തുറക്കും? അതൊക്കെ പറ്റും. അതെയോ? എന്നാ നീ ഇത് തുറന്നു കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ പോയി നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വരാം. ശരി ചേട്ടാ, കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ല ചേച്ചി, അതെ, ഒരു സ്ലൈഡ് തരും. ദാ. നീയാണ് റിയൽ മെക്കാനിക്. വലിയ ഉപകാരം. ഇനിയൊന്ന് സ്റ്റാർട്ടാക്കി തന്നാൽ. സ്റ്റാർട്ട് ചെയ്യാനും ഓടിക്കാനും ഒന്നും അറിയില്ലേ? അതിന് താക്കോലില്ലല്ലോ. ഞാനത് മറന്നു. സൂപ്പർ, മതി, ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ പോലീസ് ചെയ്തോളും. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടേ. വീട്ടില് വേറെ കീ കാണുമല്ലോ. കൊണ്ടുപോണേ. എന്നാ ശരി. താങ്ക്സ്. വലിയ ഉപകാരം. ഓക്കെ.
ശരിയായോ? അതൊക്കെ എപ്പോഴേ ശരിയായി. എന്തായാലും സത്യ കാരണം അവര് വേഗം വീട്ടിലെത്തും. ഉം. എന്നാലും ഇത്ര കൃത്യമായിട്ട് അവരെങ്ങനെ നമ്മളെ തന്നെ വന്ന് വിളിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഹ, എന്റെ വൈഫ് ഒരു മെക്കാനിക് ആണെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. ആ ഇനിയിപ്പോ അത് വേണ്ട. ഇനിയിപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ച് മുഷിയണ്ട. മാഷ് വണ്ടി വിടും. രണ്ടുപേരെയും ഒന്നിച്ചൊരു ഫ്രെയിമിൽ കിട്ടിയില്ല. സാരമില്ല, ഒരു 6 മാസം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഇതിലുണ്ട്. അത് മതി, ബാക്കി അപ്പോഴല്ലേ. അമ്മ എന്താ ആലോചിച്ച് കൂട്ടുന്നേ? ചെല അമ്മ ആരെയായി കാത്തു നിൽക്കുന്നേ? സുധീ സത്യം പോയിട്ട് കുറെ നേരം ആയല്ലോ. ഹണിമൂണിന് പോയിരിക്കല്ലേ അയൽപ്പക്കത്തെ കടപ്പുറത്ത്. ഈ കടപ്പുറം തന്നെ അവളെ സംബന്ധിച്ച് വലിയ ഭാഗ്യം. എന്തായാലും സുധി ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയതല്ലേ. അച്ഛൻ നിർബന്ധിച്ചിട്ടാവും, അല്ലാതെ സുധിക്ക് അവളോട് ഒരു ഇഷ്ടവും ഇല്ല. ഇഷ്ടമില്ലാത്ത പെണ്ണിനെയും കൊണ്ട് അവനെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ടാവും എന്ന്. സുധിയെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു തകരുവാ. എങ്ങനെ നടക്കേണ്ട പയ്യനാ. അവനെ കൊണ്ടുപോയി ആ കാണ്ടാമൃതത്തിന് മുന്നിൽ കൊണ്ട് ഇട്ടു കൊടുത്തില്ലേ? ശോ, കാണുന്നില്ലല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവര് വരുമ്പോ വരട്ടെ. സത്യയുടെ കൂടെയല്ലേ പോയിരിക്കുന്നേ. ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാ മതിയാവും. പോലീസ് സ്റ്റേഷനിലോ? വല്ല അടിപിടി ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്തോണ്ട് പോയോന്ന് ആർക്കറിയാം. അമ്മയ്ക്കിപ്പോ സമാധാനായോ? മോനും മരുമോളും വരുന്നുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കണേ. നിങ്ങളെന്താ ഇത്ര വൈകിയേ? വൈകിയോ? പിന്നെ അല്ലാതെ. ആ, ഞങ്ങള് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. ചുമ്മാതല്ല. ആ, അമ്മയ്ക്കൊരു സാരി. ഇതിന്റെ പേര് സാരി എന്നാണോ? സോപ്പല്ലേ ഇത്? ആ ദാ സുജിതേച്ചിക്കുണ്ട്. താങ്ക്സ്. ഇത് ദാ, ഇത് അമ്മയ്ക്ക്. എന്താ ഇത്? അവലോസ് പൊടിയാ. ആ, അതെയോ? ആ, നിന്നോടാര് പറഞ്ഞു എനിക്ക് അവലോസ് പൊടി ഇഷ്ടമാണെന്ന്? സുധിക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. ഇവിടെ ആർക്കും അറിയില്ല എനിക്ക് അവലോസ് പൊടി ഇഷ്ടമാണെന്ന്. എന്നിട്ടും നീ അതെങ്ങനെ അറിഞ്ഞു? അച്ഛനൊരിക്കൽ പറയുന്നത് കേട്ടതാ. ദാമേ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. അച്ഛൻ മുമ്പൊക്കെ എപ്പോഴും വാങ്ങിത്തരുമായിരുന്നു. അമ്മയ്ക്ക് ഈ തരത്തിലുള്ള അർക്കപ്പൊടി അവലോസ് പൊടിയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ. പറയാതെ കണ്ടറിഞ്ഞ് ചെയ്യണം, അപ്പോഴേ കാര്യമുള്ളൂ. അല്ല അമ്മ,
എന്താടി നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എന്താ സത്യയോടൊരു സോഫ്റ്റ് കോർണർ? അവലോസ് പൊടി അരിപ്പൊടിയും വിതറി അവൾ അമ്മയെ മയക്കാനുള്ള ശ്രമത്തിലാ. അപ്പൊ നീ വാ. എവിടേക്ക്? ഞാൻ അവലോസ് പൊടി കഴിച്ചിട്ട് കുറച്ച് നാളായി. നമ്മളായിട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നീ വാ സുജി. ഏയ് ബൈജുട്ടാ, ഛേ, ഈ ബൈജുട്ടന്റെ ഒരു കാര്യം. എന്നാലും ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഓ, അവളുടെ ഒരു അവലോസ് പൊടി. എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കണമെന്ന് പറയുന്ന ഇതിനാ. അമ്മയ്ക്ക് അവലോസ് പൊടി ഇഷ്ടമാ എന്ന് കരുതി മറ്റാരും കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? അമ്മ മാത്രം അത് കഴിച്ചാൽ മതിയോ? ഇനി ഇതിന്റെ പേരിലാവും സുജിതേച്ച് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. എന്താ ഒന്നും പറയാത്തത്?